ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു 41 ഇഞ്ച് ബോഡി ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് 16 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ 10 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കുള്ളത് ഇത് 1.5 മീറ്ററാണ് നമുക്ക് ലൈനിങ് ഉള്ളത്. നമുക്കൊരു 1.30 ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. 1.25 1.30 കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ നമ്മളിവിടെ 1.5 മീറ്ററാണ് ഈ ഒരു തുണിയുള്ളത്. അപ്പം നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേർപകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ നേർപകുതിയായി മടക്കിയെടുത്ത് ഇവിടെ നമുക്കൊരു ലൈൻ കൊടുത്ത് ഈ ഒരു തുണിയുടെ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗത്തുള്ള ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് നേരെ ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് 16 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക. നമുക്ക് ബാക്ക് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്രയാണോ ഇറക്കം അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിന് ഷോൾഡർ കൊടുക്കുന്നത്. അതായത് നമുക്ക് ചെസ്റ്റ് അളവ് വന്നത് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് വന്നത് 41 ഇഞ്ചാണ്. അതിൻ്റെ 6ൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇതുപോലെ വരക്കുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു 6.25 ഇഞ്ച്. കേട്ടോ, ഇവിടെയും നമ്മൾ 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക. ഈ ഒരു മാർക്കിങ്ങിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ബോഡിയിൽ നിന്നെടുത്ത മെഷർമെൻ്റ് ആണ് 41 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 45 ഇഞ്ച് കിട്ടും. 45ൻ്റെ 4 11.25. ഈ ഒരു 11.25 നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ബ്ലൗസിൽ നിന്ന് അളവെടുത്തതാണെങ്കിൽ നമുക്ക് എത്രയാണോ ബ്ലൗസിൽ നിന്ന് ടോട്ടൽ അളവ് കിട്ടിയത് അതിൻ്റെ 4ൽ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4ൽ ഒരു ഭാഗം 9 ഇഞ്ച്. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച് കൂടി വേണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരക്കുന്നു. ഇതുപോലെ വരക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ ഒരു മാർക്കിംഗ് ആണ് നമ്മുടെ എക്സ്ട്രാ വരുന്ന തുണിയാണത്. അതായത് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടി നമുക്ക് വരുന്നത് ഈ ഒരു മാർക്കിങ്ങില്ലേ, അതായത് ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമുക്ക് സ്റ്റിച്ചിങ് വരിക. ഇത് നമുക്ക് ബാക്കി വരുന്ന ഭാഗം നമുക്ക് എക്സ്ട്രാ വരുന്ന തുണിയാണ്, നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടി എക്സ്ട്രാ കൊടുക്കുന്നതാണ്. ഇനി നമുക്കിവിടെ നേർപകുതി, അതായത് 6.25ൻ്റെ നേർപകുതി 3.25 ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നമുക്കിവിടെ നിന്ന് ആം ഹോളിനെ ഇതുപോലെ വരക്കണം. കേട്ടോ, ആം ഹോൾ ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്കൊന്ന് ആം ഹോൾ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് ഇവിടെ ആം ഹോൾ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 9.25 ഇഞ്ച്. ആ ഒരു കണക്ക് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ 9.25 ഇഞ്ച് കിട്ടിയത് കണ്ടോ. ഇതുപോലെ 9.25 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന അളവ് കണ്ടോ, ഈ ഒരു കോണിൽ വന്നിരിക്കുന്ന അളവ് നമ്മളിത് സാധാരണ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയാൽ മതി. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ 1.5 ഇഞ്ചാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ്, അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ 12ൽ ഒരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത്. 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ 2.25 ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം 9.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് 9.25 മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കും. ഇവിടെ നമ്മൾ 2.25 പോയിന്റുമാണ് വൈഡ് കൊടുത്തത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 3.25 പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കുന്നു. കണ്ടോ, ഇതുപോലെ വരച്ച് നമുക്ക് ഇനി ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കേട്ടോ, ഈ ഒരു രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിവിടെ ഡീപ്പ് നെക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് കുറക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക. ഇത് നമ്മൾ ഈ ഒരു സമയത്ത് മാത്രമേ വരക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ ഷോൾഡറൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഇവിടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്ക് ഡാർട്സ് ഇവിടെ നമുക്ക് 4.25 ഇഞ്ചാണ് അകലം വന്നത്. അതുപോലെ തന്നെ നമുക്ക് 4.5 ഇഞ്ചാണ് ഡാർട്സിൻ്റെ ഉയരം നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ ബാക്ക് പാർട്ടിന് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ് ചെയ്യാം. നമുക്കിതുപോലെ നെക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മുടെ ഇവിടെ സ്ലോപ്പ് കൊടുക്കുന്നത്. ചെറിയൊരു സ്ലോപ്പ്, ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് കൊടുത്തത്.
കാരണം നമ്മൾ ഇവിടെ 6.25 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഷോൾഡർ എത്രയാണ് ഉണ്ടാവുക? 6.25 ഇഞ്ചാണ് ഉണ്ടാവുക. അത് ആദ്യമേ 6.25 ഇഞ്ച് വെച്ച് കൊടുത്താൽ ആം ഹോളും 6.25 ഇഞ്ചാണ് വെച്ച് കൊടുത്തതെങ്കിൽ നമുക്കൊരിക്കലും ബ്ലൗസ് കട്ടിങ് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ പറയുന്നത്, മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് സ്ഥലത്തും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോസ് കട്ടിങ് ബ്ലൗസാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും. കേട്ടോ, കരവശം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ ഇവിടെ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. കണ്ടോ, ഫ്രണ്ട് ക്രോസ് കട്ടിങ് ആണ് വരുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ, നമുക്ക് കരവശത്തിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്രോസോടുകൂടി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു 1/4 ഇഞ്ച് എന്തിനാണ്? നമ്മുടെ ഫ്രണ്ട് തീര, ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ആ ഒരു 1/4 ഇഞ്ച്. ഇനി നമ്മുടെ സ്കെയിലിനെ ഇതുപോലെ വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത്, ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ 2.25 ഒരു പോയിന്റുമാണ് നമ്മൾ ആദ്യം നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്തത്. ഇപ്പോൾ നമുക്കിവിടെ 1/4 ഇഞ്ച് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു 1/4 ഇഞ്ച് കൂടി ഇവിടെ കൂട്ടി നമുക്ക് 3 ഇഞ്ചും ഒരു പോയിന്റ് നമുക്കിവിടെ കിട്ടണം. കേട്ടോ, അത് നമുക്ക് കറക്റ്റ് നമുക്ക് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസിനേക്കാൾ 1.5 ഇഞ്ച് കൂടുതൽ നമ്മൾ ഫ്രണ്ട് പീസിൽ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 1.5 ഇഞ്ച്. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് ആദ്യം കുറച്ച് മാർക്ക് ചെയ്യുക. ഈ ഒരു 3/4 ഇഞ്ച് നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഇവിടെ ഈ ഒരു ഡാർട്സ് തയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് ആ ഒരു 3/4 ഇഞ്ച്. അത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ചുരുങ്ങി വരും. അതാണ് നമ്മളിവിടെ ആദ്യം 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. അതായത് നമുക്ക് ബ്രസ്റ്റ് കൂടുതലുള്ള ആളുടെ ബ്ലൗസ് കട്ടിംഗ് ആണ്. അപ്പോൾ നമുക്കിവിടെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക. ആ ഒരു കണക്കുകളൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണൊക്കെ വരുന്നതെന്ന്. ഇനി നമുക്കിവിടെ ഒന്ന് 4 ഇഞ്ചിൽ നമ്മളിവിടെ ബാൻഡിന് വേണ്ടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 4 ഇഞ്ച് കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മൾ 1/4 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് മാത്രം അവിടെ മാർക്ക് ചെയ്തത്. ഇനി നമ്മളിവിടെ 6.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത്. 1/4 ഇഞ്ച് കുറച്ച് ഇറക്കത്തിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് 6.25 മാർക്ക് ചെയ്ത് ഇവിടെ റൗണ്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെയും ബാക്ക് പാർട്ടിനെയും നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിവിടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം, നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടോ ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഈ ഒരു ബാക്ക് പാർട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മളിവിടെ ഈ ഒരു ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുന്നു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമ്മൾ മുകളിലൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതിന് ശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് 11.5 ഇഞ്ചാണ്. 11.5 കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും തമ്മിലുള്ള അകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 4.25 ഇഞ്ചാണ്. അതായത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുന്നു. ഇനി നമ്മളിവിടെ 4 ഇഞ്ച് നമ്മളിവിടെ ബാൻഡിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് 3.5 കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ചാണ് കൊടുത്തത്. ഇവിടെ 4 ഇഞ്ച്. രണ്ട് സൈഡ് വശത്ത് 4 ഇഞ്ച് കൊടുത്താൽ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 3.5 ഇഞ്ചാണ് നമ്മൾ സെൻറ്ററിൽ കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൽ ഇത് നമുക്ക് ക്രോസ് പീസാണ് വരുന്നത്. ക്രോസിലാണല്ലോ മാർക്കിംഗ് വന്നത്. അപ്പോൾ നമുക്കിത് നേരെയുള്ള പീസിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമില്ലേ, ആ ഒരു കരവശം ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ, നമുക്ക് ബാൻഡിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം.
അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കരവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് ആ ഒരു ലൈനിങ്ങിൽ കൂടി കറക്റ്റ് നമുക്ക് ആ ഒരു മാർക്കിംഗ് കാണാൻ പറ്റും. അതിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ ഷേപ്പിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഈ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം ഇടുപ്പളവ് 36, അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് മുകളിലേക്ക് അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ബാൻഡിൻ്റെ ഇവിടെ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമുക്കൊരു 1/4 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് നല്ല വയറൊക്കെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ലെങ്ത്ത് കൂടുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ മടങ്ങി വരില്ല, കറക്റ്റായിട്ട് നമുക്ക് ധരിക്കുന്ന സമയത്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ടോട്ടൽ 4 ഇഞ്ചാണ് നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണോ നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ ടോട്ടൽ കൊടുത്തത് അതിൻ്റെ നേർപകുതി 2 ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് മാർക്കിംഗ് കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. സാധാരണ നമ്മൾ 3/4 ഇഞ്ചാണ് സാധാരണ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാറ്. എന്നാൽ നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് കൂടുതൽ വരുമ്പോൾ നമുക്ക് അതായത് 3 ഇഞ്ചിന് മുകളിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ചാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇവിടെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയും കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. ആ ഒരു ടെക്കിൻ്റെ നീളം നമുക്ക് വന്നത് 3 ഇഞ്ചാണ് ടെക്കിൻ്റെ നീളം നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് പീസ് ഇവിടെ വരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ? നമുക്ക് ഫ്രണ്ട് നെക്ക് ടൈറ്റ് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു. കേട്ടോ? മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ? ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയാണ് ആ ഒരു ടെക്ക് വരുന്നത്. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ ആ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് 3 ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കിവിടെ ഈ ഒരു ടെക്കുകൾ തമ്മിൽ കണ്ടോ? ഇവിടെ നമുക്ക് ടെക്കിൻ്റെ അകലം വന്നിരിക്കുന്നത് 2.5 ഇഞ്ച്, ഇവിടെയും 2.5 ഇഞ്ച്, ഇവിടെ നമുക്ക് 1.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെക്കിൻ്റെ പോയിന്റിൻ്റെ അളവൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. നമുക്ക് അല്പം തുണി കൂടുതലുണ്ട്. അതായത് നമുക്കൊരു 1.25 മീറ്റർ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 സ്ലീവും വേറെ വേറെയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ലീവും കൂടെ കട്ട് ചെയ്യാം. അതായത് നമുക്കിവിടെ 1.5 മീറ്റർ നമുക്ക് ലൈനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ നമുക്ക് തുണിയെ ഇതുപോലെ മടക്കിയെടുക്കും. അതായത് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം എത്രയാണോ ലെങ്ത്തിൻ്റെ ഇറക്കം വരുന്നത് അതിനനുസരിച്ച് നമുക്കൊന്ന് മടക്കി കൊടുത്താൽ നമുക്ക് 2 സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കിതുപോലെ എളുപ്പത്തിൽ 2 സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ചു വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 10.5 മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ്. ഇനി നമുക്ക് ബ്ലൗസ് പീസും ലൈനിങ് പീസും കൂട്ടി തയ്ക്കാൻ വേണ്ടി ഇവിടെ വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കൈയുടെ ഷേപ്പ് ചെയ്യാൻ. ഇത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ 10ൽ1 ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ വരയ്ക്കുക. ഇനി നമുക്ക് കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4ൽ1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ബോഡി ചെസ്റ്റ് അളവ് 41 ഇഞ്ചാണ്. അതിൻ്റെ 4ൽ1 ഭാഗം 10.25. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ 9.25. ഈ ഒരു 9.25 ടേപ്പ് ഇതുപോലെ ക്രോസ് പിടിച്ച് മാർക്ക് ചെയ്യുന്നത് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് കൈയുടെ താവ് വശത്ത് വരുന്ന ലൂസ് നമുക്ക് 13 ഇഞ്ചാണ്. നേർപകുതി 6.5 1.25 ഇഞ്ച് തയ്യൽ തുമ്പും.
എന്നിട്ട് നമുക്കിവിടെ ഇതുപോലെ ഉള്ളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് ചെറിയൊരു ഷേപ്പ് കൊടുത്തുകൊണ്ട് ഇതുപോലെ വരക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആം ഹോളിൻ്റെ ഭാഗം കണ്ടോ, ഈ ഒരു മാർക്കിങ് നമുക്ക് കണ്ടോ, ഈ മാർക്കിങ് നമുക്ക് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയാണ്. അതായത് ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് കണ്ടെത്തിയതാണ്. ഇതേ അളവാണ് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് അളവായി നിങ്ങൾക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു വന്നത് 9.25 ഇഞ്ച്. ഇനി നമുക്കിത് രണ്ടും കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് മാർക്കിംഗ് നമുക്ക് സ്ലീവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെക്കുക. തയ്യൽ തുമ്പാണ്. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ആം ഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ കണ്ടോ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും കൈയുടെ തോൾ വശത്ത് വരുന്ന ആ ഒരു മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും. നിങ്ങളുടെ മാർക്കിംഗ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് ചെക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ സ്ലീവ് തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ വരും. ഇനി നമ്മളിവിടെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. അപ്പം നമ്മളിവിടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് സ്ലീവിന് മാർക്കിംഗ് കൊടുക്കണം. ഇവിടെയും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സ്ലീവിനെ ഒന്ന് നിവർത്തി വെക്കുക. ഇനി നമ്മളിവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കക്ഷക്കുഴി അതെ ഈ ഒരു മാർക്കിൽ നിന്നും 1.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആ ഒരു മാർക്കിൽ കൂടി ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുക. ഈ ഒരു മാർക്ക് വരെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. എന്നിട്ട് നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെച്ച് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.